BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലുണ്ടായ കാറ്റിനെ തുടർന്ന് ഞാറയ്ക്കൽ എടവനക്കാട് തീരങ്ങളിൽ കടൽ കയറ്റം രൂക്ഷമായി. എടവനക്കാട് പഴങ്ങാട് 28ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പെട്ടെന്നുണ്ടായ കടൽ കയറ്റത്തിൽ നിരവധി വീടുകൾ ഒറ്റപ്പെട്ടു. ബുധനാഴ്ച രാവിലെ തുടങ്ങിയ കടൽക്ഷോഭം വൈകിട്ട് വരെ നീണ്ടുനിന്നു. വാഹനങ്ങൾക്കോ ആളുകൾക്കോ പ്രദേശത്തേക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയായി. റോഡുകളിൽ വെള്ളം കയറി പുതിയ തോടുകൾ രൂപപ്പെട്ടു. വീട്ടിൽ നിന്നും ആളുകൾ പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി. എടവനക്കാട് വില്ലേജ് ഓഫീസർ പ്രദേശം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ജിയോ ബാഗുകൾ സ്ഥാപിച്ച് താൽക്കാലിക പരിഹാരം കണ്ടെത്താൻ ശ്രമം നടന്നെങ്കിലും ഫലപ്രദമായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇലക്ട്രിക് ലൈനുകൾ പലതും മരക്കൊമ്പിലും മറ്റുമാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു ഭാഗത്തു കൂടി ഒടിഞ്ഞു വീഴുന്നുണ്ട്. കടൽ ഭിത്തിയുടെ കല്ലുകൾ ഇടിഞ്ഞ് തകർന്നതോടെയാണ് കടൽ വെള്ളം ശക്തിയായി കരയിലേക്ക് ഇരിച്ചു കയറുന്നത്. തീരപ്രദേശം സന്ദർശിക്കുന്ന ജനപ്രതിനിധികൾ തീരസംരക്ഷണത്തിന് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പാസ്സായെന്നും ടെൻഡറായെന്നും അനുമതിക്ക് സമർപ്പിച്ചിരിക്കുകയാണെന്നുമൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്ന് നടപ്പാകും എന്നാണ് തീരവാസികൾ ചോദിക്കുന്നത്. അടഞ്ഞുകിടക്കുന്ന വീടുകളിലും ക്ഷേത്രങ്ങളിലും മോഷണം നടത്തുന്ന സംഘപ്പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശികളായ രാകേഷ് മണ്ഡൽ, ബിബിലു, അസം സ്വദേശികളായ രാഹുൽ സെയ്ദുൽ, അബ്ദുൽ സുബ്ഹാൻ എന്നിവരെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലുവ കരുത്തുകുഴി ഭാഗത്തെ ആൾതാമസമില്ലാത്ത വീട്ടിലും ശാസ്ത്രാമ്പലത്തിലും പുളിഞ്ചുവട് മൈനൂട്ടുകാവ് ക്ഷേത്രത്തിലും മോഷണം നടത്തിയത് ഇവരാണ്. ക്ഷേത്രത്തിലെയും വീട്ടിലെയും വിളക്കും ഓട്ടുപാത്രങ്ങളുമാണ് സംഘം മോഷ്ടിച്ചത്. മൈനൂട്ടുകാവ് ക്ഷേത്രത്തിൽ ബുധനാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. ഇവിടത്തെ 3 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന മോഷ്ടാക്കൾ 9 വിളക്കുകൾ കവർന്നു. കുറച്ചു ദിവസം മുൻപാണ് ശാസ്താമ്പലത്തിൽ മോഷണം നടത്തിയത്. സംഘാംഗങ്ങൾ സ്ഥിരമായൊരിടത്ത് താമസിക്കാറില്ല. കൃത്യമായ മേൽവിലാസവുമില്ല. അബ്ദുൾ സുബ്ഹാൻ മോഷണക്കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇൻസ്പെക്ടർ MM മഞ്ജുദാസ്, സബ് ഇൻസ്പെക്ടർ PM സലീം, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സുരേഷ് കുമാർ, KK സുരേഷ്, CPOമാരായ മാഹിൻ ഷാ അബൂബക്കർ, KM മനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിലെ ഉദ്യോഗക്കയറ്റം അട്ടിമറിക്കുന്നതായി ആക്ഷേപം. ഭരണാനുകൂല സംഘടനയുമായി ബന്ധമുള്ള സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡയറക്ടറേറ്റിലെ 3 ഉദ്യോഗസ്ഥരെ ഡയറക്ടർ നേരിട്ട് സ്ഥലം മാറ്റി. എന്നാൽ ഭരണാനുകൂലമായ യൂണിയൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ സ്ഥലം മാറ്റ ഉത്തരവ് നടപ്പായില്ല. പ്രശ്നത്തിൽ വകുപ്പ് മന്ത്രിയും ഇടപെട്ടിട്ടുണ്ട്. ഡയറക്ടറെ അനുനയിപ്പിച്ച് ഉത്തരവ് മരവിപ്പിക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. ഇതിനിടെയാണ് വകുപ്പ് ജീവനക്കാരുടെ സ്ഥാനക്കയറ്റം വൈകിപ്പിക്കുന്നതായി ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. വകുപ്പിലെ പ്യൂൺ മുതൽ ജില്ലാ അസിസ്റ്റന്റ് പട്ടികജാതി ഓഫീസർമാർ വരെയുള്ള സ്ഥാനക്കയറ്റമാണ് മുടങ്ങിക്കിടക്കുന്നത്. പ്യൂൺ, ക്ലർക്ക്, സീനിയർ ക്ലർക്ക് ഗ്രേഡ് 2, പട്ടികജാതി വികസന ഓഫീസർ ഗ്രേഡ് 1, പട്ടികജാതി വികസന ഓഫീസർ, ജില്ലാ അസിസ്റ്റന്റ് പട്ടികജാതി വികസന ഓഫീസർ ക്രമത്തിലാണ് സ്ഥാനക്കയറ്റം. എന്നാൽ ഏറെ നാളായി സ്ഥാനക്കയറ്റം നടക്കുന്നില്ല. ഇതുമൂലം പല തസ്തികകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. സ്ഥാനക്കയറ്റം നടപ്പാക്കിയാൽ ഡയറക്ടറേറ്റിലടക്കം നാളുകളായി സുരക്ഷിത സീറ്റിലിരിക്കുന്ന പലരെയും മാറ്റേണ്ടി വരുമെന്നതാണ് നടപടി മുടങ്ങാൻ കാരണമായി പറയുന്നത്. ഇത് സംബന്ധിച്ച ഫയലുകൾ വൈകിപ്പിക്കുകയാണെന്ന ആക്ഷേപം നാളുകളായി ഉണ്ടായിരുന്നു. ഇത് ഡയറക്ടറുടെ താൽപര്യമാണെന്ന പ്രചാരണവും നടന്നു. ഇത് തിരിച്ചറിഞ്ഞാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുമായി ഡയറക്ടർ രംഗത്ത് വന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. KSRTC ബസ് സ്റ്റാൻഡിൽ ഇരിപ്പിടങ്ങൾ വന്നു. ഇതോടെ യാത്രക്കാർക്ക് ആശ്വാസമായി. ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ച ആലുവയിലെ പുതിയ KSRTC ബസ് സ്റ്റേഷൻ ഫെബ്രുവരി 20-ന് തുറന്നു നൽകിയിരുന്നു. എന്നാൽ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കാൻ KSRTC തയ്യാറായില്ല. മൂന്നാർ, തിരുവനന്തപുരം, കണ്ണൂർ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലേക്കും ജില്ലയിലെയും സമീപ ജില്ലകളിലേക്കും വിവിധ പ്രദേശങ്ങളിലേക്കും നിരവധി യാത്രക്കാരാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. അൻവർ സാദത്ത് MLAയുടെ ഇടപെടലിനെ തുടർന്ന് അർജുന നാച്ചുറൽ MD കുഞ്ഞച്ചൻ ഇരിപ്പിടം നൽകാൻ തയ്യാറാകുകയായിരുന്നു. 11 ലക്ഷം രൂപയാണ് കസേരകളുടെ നിർമ്മാണ ചിലവ്. ഇരിപ്പിടങ്ങളുടെ ഉദ്ഘാടനം കുഞ്ഞച്ചൻ നിർവഹിച്ചു. അൻവർ സാദത്ത് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ MO ജോൺ, വൈസ് ചെയർപേഴ്സൺ സൈലി ജോളി, സ്ഥിരം സമിതി അധ്യക്ഷൻ ലത്തീഫ് പൂഴിത്തറ, വാർഡ് കൗൺസിലർ PP ജെയിംസ്, ATO PN സുനിൽകുമാർ, AEO, യൂണിയൻ പ്രതിനിധികളായ TV അനിൽകുമാർ, പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു.
നഗരമധ്യത്തിൽ പ്രതിശ്രുത വധുവിനെ ക്രൂരമായി മർദ്ദിച്ച യുവാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ കേസെടുത്തു. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് മരട് CI വ്യക്തമാക്കി. ഇന്നലെ പുലർച്ചെ 4:30 ജനതാ റോഡിൽ വെച്ച് 4 പേർ ചേർന്ന് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത്. പെൺകുട്ടി അലറി വിളിച്ചിട്ടും മർദ്ദനം തുടരുന്നതും നിലത്തിട്ട് ചവിട്ടുന്നതും CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തുവന്നു. ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതി പിന്നീട് പരാതി നൽകിയെന്ന് പോലീസ് വ്യക്തമാക്കി. മർദ്ദിച്ചതിനാലാണ് കേസെടുത്തിട്ടുള്ളത്. മർദ്ദിച്ച യുവാവ് യുവതിയുടെ ബന്ധുവാണ്. അടുത്തന്നെ വിവാഹം ചെയ്യാനും ഇവർ തീരുമാനിച്ചിരുന്നു എന്നാണ് വിവരം. ബ്യൂട്ടി പാർലർ നടന്ന യുവതി രാവിലെ 4 മണിയോടെയാണ് യുവാക്കൾ താമസിക്കുന്നിടത്തേക്ക് എത്തിയത്. ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നടന്നു വന്ന പെൺകുട്ടിയെ കാത്തുനിന്ന യുവാവ് തല്ലുകയായിരുന്നു. ഇത് കണ്ട് പരിസരത്തുണ്ടായിരുന്ന ചിലർ ഇടപെട്ടതോടെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇരുവരും ജനതാ റോഡ് ഭാഗത്തേക്ക് നടന്നു പോവുകയും ചെയ്തു എന്നാണ് വിവരം. തുടർന്നുണ്ടായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വൈകി എത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. മർദ്ദനവും പെൺകുട്ടിയിലെ അലറിക്കരച്ചിലും കേട്ട് സമീപവാസികൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മർദ്ദനം നടന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെ 5 പേരെയും പോലീസ് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ മർദ്ദിച്ചതിൽ പരാതിയില്ലെന്ന നിലപാടായിരുന്നു യുവതിക്ക്. അതുകൊണ്ട് തന്നെ കേസെടുക്കാതെ പോലീസ് മടങ്ങുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിയ യുവതിയെ പ്രാഥമിക ശുശ്രൂഷ സ്വീകരിച്ചു. പിന്നാലെ യുവതിയുടെ പരാതി ലഭിച്ചെന്നും പോലീസ് പറഞ്ഞു. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് DYFI പ്രവർത്തകരുടെ താക്കീത്. അരൂരിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്നും സൗജന്യ നിരക്കിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ജീവനക്കാർ മോശമായി പെരുമാറുന്നു എന്നുമുള്ള പരാതികളെ തുടർന്നായിരുന്നു DYFIയുടെ താക്കീത്. കുട്ടികൾ കൂട്ടമായി നിൽക്കുന്നത് കണ്ടാൽ സ്വകാര്യ ബസ്സുകൾ നിർത്താതെ പോകുന്നതും പതിവാണ്. അരൂർ പള്ളി ബസ് സ്റ്റോപ്പിലാണ് DYFI പ്രവർത്തകർ താക്കീത് നൽകിയത്. ബസ് ജീവനക്കാരോട് കുട്ടികളുടെ യാത്രാക്ലേശം DYFI പ്രവർത്തകർ വിശദീകരിച്ചു. കുട്ടികളോട് മോശമായി പെരുമാറുന്നത് ഒഴിവാക്കണമെന്നും പ്രവർത്തകർ പറഞ്ഞു. കുട്ടികൾ കയറിക്കൊണ്ടിരിക്കെ ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കരുതെന്നും ജീവനക്കാർക്ക് താക്കീത് നൽകി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.